ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? തെരഞ്ഞെടുപ്പ് ചൂടിലൊന്ന് തളർന്നിട്ടുണ്ടോ? ഇല്ല ചെറിയ ക്ഷീണം? ഇല്ല ഉഷാറായിട്ട് അമ്പലത്തറക്കാരെ അങ്ങനെ ക്ഷീണിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. പൂന്തറക്കാരുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മനുഷ്യര് കടലിലുണ്ടല്ലോ, എത്ര ഉയർന്ന തിര വന്നാലും ആ തിരയ്ക്ക് മേളിൽ വെള്ളം ഇറക്കും. ഡബിൾ സ്ട്രോങ് ആണ് അല്ലേ? സൈന്യമാണ് അവർ, കേരളത്തിന്റെ സൈന്യമാണ്. ഇവിടെ നിന്നാണ് എന്ത് കൊണ്ടുപോയത്? നമ്മുടെ വള്ളങ്ങളൊക്കെ കയറ്റി പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. രക്ഷകർ എന്ന് നമ്മൾ പറയില്ലേ, അവരാണ്. അപ്പോൾ എന്താ അവസ്ഥ? നമ്മുടെ മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ ട്രെൻഡ്. നിയമം ഇടതുമുന്നണിയല്ലേ? നിയമം ഇടതുമുന്നണി തന്നെ പിടിക്കൂ ആണോ? ഉറപ്പല്ലേ? ഉറപ്പ് തന്നെ. ഉറപ്പാണ്. പക്ഷെ അപ്പുറത്ത് അടിച്ചു കയറി വരുന്നുണ്ട് രണ്ടുപേരും, NDAയും UDF. ഇല്ല UDF അതെ, UDFന്റെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോലും LDFന് ഒരു വോട്ടുണ്ട്. അതാരാ ഉദ്ദേശിച്ചത്? അത് ശരി. അയ്യോ, അത് നമ്മൾ പറയാൻ പാടില്ല. അവര് വിഴിഞ്ഞത്തിന്റെ ഡയറക്ടറല്ലേ ഉദ്ദേശിച്ചാരെന്ന് എനിക്ക് മനസ്സിലായി. UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ LDFന് വോട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുണ്ടാവും. എന്താ മൊത്തത്തിലൊരു ട്രെൻഡ്? ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരത്ത് ശിവൻകുട്ടി സഖാവ് ജയിക്കും തീർച്ചയായിട്ടും. പക്ഷെ റിപ്പോർട്ടുകൾ പറയുന്നത് NDAക്ക് വലിയ അടിച്ചുകയറി വരുന്നു, ശബരിനാഥ് ഹളം നിറയുന്നു എന്നൊക്കെയാണല്ലോ. ഇല്ല, ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഞങ്ങൾക്കൊപ്പം ജനങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറും. ആ പ്രതീക്ഷ ഞങ്ങൾ നിയമത്ത് എന്തായിരുന്നാലും ശിവൻകുട്ടി ജയിക്കും. അണ്ണൻ ജയിക്കുമോ? എന്താ അവസ്ഥ? നിയമം LDF അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ട്രോങ് ആണ്. ശിവൻകുട്ടി വമ്പിച്ച പുരുഷോട് ജയിക്കും. ജയിക്കും തീർച്ചയായിട്ടും. ഡബിൾ ലോക്കിട്ട് പൂട്ടുവാ ശിവൻകുട്ടി തന്നെ. ത്രികോണ മത്സരം. ആരാണ് കരുത്തർ ഇവിടെ ഇപ്പോ നിലവിലുള്ള? 3 മുന്നണി സ്ട്രോങ് അല്ലേ? ഇപ്പൊ അവസാന നിമിഷമായപ്പോഴേക്കും ശബരിനാഥും കയറി വന്നു അല്ലേ? 3 പേര് കയറി വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരും. മുരളീധരൻ ഉണ്ടായിട്ട് കയറാത്ത സവിനത എന്താണ് ചെയ്യാൻ? ഇവിടെ വലിയ നേതാവാണ് മുരളീധരൻ, ഇവിടുത്തെ കോൺഗ്രസിന്റെ. തല മുതൽ അത് 3ാം സ്ഥാനം, 35,000 താഴെ വോട്ടേ പിടിച്ചിട്ടുള്ളൂ. ആ മുരളീധരനെ വെട്ടിയിട്ട് ഇവിടെ ശബരി ഞങ്ങൾക്ക് ഇവിടെ ജാതിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ വികസനം, മതേതരമായ വിജയം ഉണ്ടാവും. മതേതരമായ വിജയം. ആ വിജയം ആർക്ക് അനുകൂലമായിരിക്കും? ശിവൻകുട്ടി അനുകൂലമാവോ അതോ ശബരിനാഥ് കൊണ്ടുപോവോ? പറയാൻ പറ്റൂല. അടുത്ത മത്സരമാണ്. അല്ലേ? ശിവൻകുട്ടി 4-ാം തീയതി ശിവൻകുട്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. നമുക്ക് ഇവരുടെ കൂടി ചോദിക്കാം. നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ക്ഷീണമുണ്ടോ മുഖത്ത്? ഇല്ല. ഒരു ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നല്ല ആവേശമാണ് ഇവിടെ. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ ഒരു ഭരണവികാരമാണ് സ്ഥാനാർത്ഥികളല്ല നോക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ UDFന് അനുകൂലമായിട്ട് UDFന് അനുകൂലമായ തരംഗമാണ് ഇവിടെ കാണുന്നത്. അവരെല്ലാം ഒന്നത്ത് നിൽക്കുകയാണ് ഇവിടെ. വിജയിക്കും. നിയമത്ത് ശക്തമായ പോരാട്ടമാണെങ്കിലും ശബരിനാഥ് വിജയിച്ചിരിക്കും. തീർച്ചയായും. മുൻകാലങ്ങളിൽ ഇവിടെ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ട്. ഇത്തവണ അത് നടക്കില്ല. ഒരു വിഷയമില്ല. ഇവിടെ ഒരു ഭാഗത്ത് PMC പദ്ധതിയായിട്ട് മുന്നോട്ട് പോയപ്പോ ന്യൂനപക്ഷങ്ങൾ തന്നെ ഇപ്പം എതിരാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഈ PMC ഒപ്പിട്ട ആള്, മറുഭാഗത്ത് PMCക്ക് പ്രേരിപ്പിച്ച ആള്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇത്തവണ ന്യൂനപക്ഷ വോട്ടുണ്ടാവും. തീർച്ചയായും ഇവിടെ UDFന്റെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും. പക്ഷെ മുരളീധരൻ പിടിച്ച വോട്ടിനേക്കാൾ പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതാണ് യുവാക്കൾ ശബരിയുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ യുവാക്കൾ പിടിച്ചോ? ശബരി നിറഞ്ഞില്ലേ? കളം നിറഞ്ഞില്ലേ? ഏറ്റവും കൂടുതൽ ശബരിയാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ UDF ഇവിടെ നിൽക്കുന്നത്. ശിവൻകുട്ടി 3ാം സ്ഥാനം വരുള്ളൂ. തീർച്ചയായിട്ടും 3ാം സ്ഥാനം വരെ കിട്ടും. ഇവിടെ 5 വർഷമായിട്ട് വികസനം കിട്ടാക്കനിയായി കടന്നുപോയ ഒരു പ്രദേശമാണ് നിയമം. ഇതുവരെയും തിരിഞ്ഞു നോക്കാത്ത ഒരു MLA ആയിട്ടാണ് ഞങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതിനു മുമ്പൊക്കെ ഘടകകക്ഷികളാണ് കോൺഗ്രസിൽ മത്സരിച്ചതുവെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ വന്നിട്ടാണ് BJP പൂട്ടിട്ടത്. അതിന് യാതൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭയമുണ്ടാക്കി അവസാന നിമിഷം അത് BJP ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ ശിവൻകുട്ടി കടന്നു വന്നത്. എങ്കിൽ ഇപ്രാവശ്യം അത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു നിയമത്തിൽ. അതെ. അല്ല, അതിനകത്ത് മുരളീധരനാണ് ജയിച്ചത് യഥാർത്ഥത്തിൽ. അതെ, അതിന് കാരണമുണ്ട്. അതിന് യഥാർത്ഥമായ കച്ചവടം നടന്നില്ല. മുരളീധരൻ വന്നിട്ട്
ഇവിടെ നടന്നിട്ടില്ല കച്ചവടം. ബി ജെ പിയെ സഹായിക്കാനാണ് കോൺഗ്രസ് ഇവിടെ നിലകൊള്ളുന്നത്. ബി ജെ പി 5 വർഷം ഇനി യുവത്വം നയിക്കട്ടെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇത് ബി ജെ പിയെ സഹായിക്കാൻ കേരള ഡീലിടക്കാണ് CPM ഡീലിയല്ലേ ഭയപ്പാടല്ലേ. വോട്ട് പോലും ഇവിടുത്തെ SDPയുടെ വോട്ട് പോലും ഇവര് മൗനമായി വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് ഇവര് സ്കൂളുകൾ ചെന്ന് നോക്കട്ടെ. കേരളം ഈ സ്കൂളിന്റെ വികസനം അതിന്റെ മുൻവാതിൽ സ്കൂളില് അമ്പലത്തറ സ്കൂള് ഹൈടെക് ആയോ? ഇല്ല, ഹൈടെക് ആയി. അവിടെ വൻ അഴിമതിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസനത്തിന് നാട് മുറിക്കലാണ് ഇവിടെ നടക്കുന്നത്. അമ്പലത്തറ സ്കൂളിൽ അവിടുത്തെ കൌൺസിലർ കൊണ്ടുവന്ന ഒരു വികസനത്തിന് പേര് പറയട്ടെ. അമ്പലത്തറ സ്കൂളിലെ അഴിമതി തുറന്നു കാട്ടിയത് അവിടുത്തെ കൌൺസിലറാണ്, ഇടതുപക്ഷത്തിന്റെ കൌൺസിലറാണ്, സുലോചനനാണ്. വൻ അഴിമതിയാണ്. അവിടുത്തെ മുൻവാതിൽ കെട്ടിയ 25 ലക്ഷം രൂപ മുടക്കി മുൻവാതിൽ കെട്ടിയിട്ട് 3 ബിൽഡിംഗുകൾ വന്നു, പുതിയതായി 3 ബിൽഡിംഗുകൾ. അത് ഉദ്ഘാടനം പോലും ഒരു നിമിഷം ഒരു വാർത്തയും കൂടെ എടുത്തിട്ട് ഞാൻ വരട്ടെ. ഒരു വാർത്ത എടുത്ത് തിരിച്ചു വരാം. അപ്പം അമ്പലത്തറയിലാണ് ആവേശം കണ്ടോ? ഒരു നിമിഷം വാർത്ത എന്ന് പറഞ്ഞില്ല. ചേട്ടന് സൗണ്ട് കിടില്ല കേട്ടോ, സൂപ്പറാ.